വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തും. വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തും. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഈശോ പത്രോസിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മീൻ പിടിക്കാനായി ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവനും പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മത്സ്യത്തൊഴിലാളി സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത് ദുരന്തം എന്താണെന്ന്. രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം എന്നറിയാവോ? ഈ രാത്രി മത്സ്യത്തൊഴിലാളികൾ സാധാരണ പണിക്ക് പോകുന്നത് ഈ സീസണിലൊക്കെ നിരോധിച്ചിരിക്കുക. പണ്ട് നിരോധനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാത്രി പണിക്ക് പോകാൻ കാരണം? പകല് ഇതുപോലെ സമ്മർ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ വേനലല്ലേ, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ചൂട് പിടിക്കും. നമ്മുടെ ചൂടിനേക്കാളും മിക്കവാറും 45 സെൻറ്റിഗ്രേഡൊക്കെയാണ് ഗലീലിയ കടലേ. നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം, വേർത്ത മാറത്തില്ല. നമുക്ക് 32 വരുമ്പോൾ അവർക്ക് 42 ഡിഗ്രി കൂടുതലാണ്. ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താ? മീനൊന്നും മുകളിൽ വരത്തില്ല. സുവിശേഷം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു 16 ലേബനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കൾച്ചറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തുമാത്രം ഷാർപ്പാണെന്നറിയാൻ പറ്റും. ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങളൊന്നും മോളിൽ വരത്തില്ല. മത്സ്യമീൻ എവിടെ പോയി നിൽക്കും? 100-300 അടി താഴെ പോയി നിൽക്കും. ഇവർക്കുള്ളത് ട്രോളിംഗ് നെറ്റ് അല്ല, പെരസ്യൂ നെറ്റ്സാ, കോരുവലയാ. ദാറ്റ് മീൻസ് കടലിൻ്റെ അടിഭാഗം ഒരു 50 മീറ്റർ താഴെ പോകും. 50 മീറ്റർ താഴെയാണ് ഇതിൻ്റെ നെറ്റൊക്കെ എന്തെങ്കിലും വെയിറ്റൊക്കെ പോണത്. മുകളിൽ പൊങ്ങി കിടക്കും, വല ഇങ്ങനെ വായും പൊളിച്ചൊക്കെ കടലിൽ കിടക്കും. പക്ഷേ മീൻ എവിടെ വരത്തില്ല. മീൻ എവിടെ കിടക്കണത്? 300 അടി താഴ്ചയിലായിരിക്കും, തണുപ്പിൽ പോയി നിൽക്കുകയുള്ളു. അത് കാരണം ഇവിടെ എന്ത് ചെയ്യും? രാത്രിയാകാൻ കാത്തിരിക്കും. രാത്രിയാകുമ്പോൾ വെള്ളം തണുക്കും. ഒരു രാത്രി 12 മണി കഴിയുമ്പോൾ വെള്ളം തണുക്കും, മുകളിലെ വെള്ളം തണുക്കും. വെള്ളം തണുക്കുമ്പോൾ അടിയിലുള്ള മീനെല്ലാം കൂടി മുകളിലോട്ട് വരും. അപ്പോഴാണ് രാത്രി പണിക്ക് പോകുമ്പോൾ കിട്ടണത്. ഇപ്പോൾ അപ്പോസ്തലൻ എന്നാ പറയണത്? ലൂക്കായുടെ സുവിശേഷം 5:5. രാത്രി മുഴുവനും പണിയെടുത്തിട്ടും എന്താ കാര്യം? മുകളിലോട്ട് വരാൻ മീനില്ല. താഴെ ഉണ്ടെങ്കിലല്ലേ മേലോട്ട് വരത്തുള്ളൂ. ഇത് മീനില്ലാത്ത കടലാ. ഒന്നെങ്കിൽ പിടിച്ച് തീർന്ന് കാണും, വംശവർദ്ധി വന്ന് കാണും, മീനിൻ്റെ വംശവർദ്ധി വന്ന് കാണും. ചില സീസണിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറെ കടലിലേക്ക് ഈ മീൻ പോകും. രണ്ടിലൊന്നും അവിടെ സംഭവിക്കും. ഇപ്പം കർത്താവിന് മുമ്പിലുള്ള എന്താ? പത്രോസിന് മുമ്പിലുള്ളത് എന്താ? വെറും വെള്ളമാണ്. ഈ വെറും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കാനാണ് ഈശോ പറയണത്. പത്രോസ് പറയും, കർത്താവേ, രാത്രി മുഴുവൻ പണിയെടുത്തു, പകൽ പണിക്ക് പോയിട്ട് കിട്ടാൻ രാത്രി പോയത്. രാത്രി പോയിട്ടും പണിയില്ല. ഇവിടെ സാമ്പത്തിക കടമാണ്, രോഗമാണ്, വരുമാന മാർഗം ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ ബുദ്ധിപരമായിട്ട് ഒരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവർ കർത്താവിൻ്റെ ഈ വചനം കേൾക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ,
സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിൻ്റെ മുമ്പിലില്ലെന്ന് വിചാരിച്ചോ? ചില ആൾക്കാരൊക്കെ വന്ന് എന്നോട് അച്ഛാ ഹൈക്കോടതിയും തള്ളി എന്നൊക്കെ പറയും കേസ്. അപ്പോഴും ആ കേസ് നമ്മളെടുക്കും. എന്താ കാര്യം? ഇതെല്ലാ കേസിനും പിടിക്കാൻ വേണ്ടി ഒരാളുണ്ടല്ലോ ഇവിടെ, അല്ലേ? അപ്പം ഞാൻ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുമെന്ന് ഈശോ പറയും. കൊച്ചു മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യും. ജയരൂസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴെന്താ പറയണത്? വിശ്വസിക്കുക. അവർ പറയും, തിരിച്ചവനവർ പറയും കുട്ടി മരിച്ചു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദാറ്റ് മീൻസ് വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന കർത്താവ് പറയണത്. കൈയടിച്ച് കർത്താവ് കൊച്ചു മരിക്കട്ടെ, നിന്റെ വഴി മുട്ടട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന് കർത്താവ് നിന്നോട് പറയുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവർ വിശ്വസിച്ചിടുന്നു കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവർ വിശ്വസിച്ചിടുന്നു കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുട്ടി മരിച്ചോട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി. അതാണ് കർത്താവിൻ്റെ നിലപാട് എല്ലാ വിഷയങ്ങളോടും. എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും തകരട്ടെ, നിന്റെ വിശ്വാസം തകരാതിരുന്നാൽ മതി എന്ന് പറയും. ഈശോ മാത്രമേ ലോകത്തോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് നിന്റെ വഴി. കൈയടിച്ച് കർത്താവ് ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ പത്രോസിനോട് പറഞ്ഞ്, പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷിക്തൻ്റെ ഒരു അഭിഷേക അധികാരമുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും കർത്താവ് പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, ശമയോൻ ബാർച്ചോന, യോനായുടെ പുത്രനായ ശമയോനെ. ഇത് മാംസരക്തങ്ങളല്ല, നിൻ്റെ ബുദ്ധിയോ ശക്തിയോ മാനുഷികമായ അറിവോ അല്ല. പിന്നെ എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. രാത്രി പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, പകൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, ആ കടലിൽ മീനില്ലാത്തപ്പോൾ, ആ കടൽ വെറും ശുദ്ധമായ ചൂടുവെള്ളമായി മാറുമ്പോഴേ, അങ്ങനെ ചൂടുവെള്ളത്തിൽ എങ്ങനെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത്? എന്താ കർത്താവിൻ്റെ വചനം പത്രോസിനോട് പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നീ പറഞ്ഞതുപോലെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാര് പറഞ്ഞു കൊടുത്തതാ? പിതാവ് പറഞ്ഞു കൊടുത്തതാ. പത്രോസിന് എപ്പോഴും ഇങ്ങനെ ഉണ്ട്. പത്രോസിന് ഒരു വെളിപാടിൻ്റെ മനുഷ്യനാണങ്ങേരി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ത്രേസ്യ സജു. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2017 നവംബർ 10 ഇതിനകം വെച്ച് ഞാൻ പല സാക്ഷ്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ രോഗസൗഖ്യവും പരിശുദ്ധ അമ്മ തന്ന മറ്റനുഗ്രഹങ്ങളും പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയും ദൈവകുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും കോടാനകോടി നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം വൈകിപ്പോയതിന് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ കാല് വർഷങ്ങളായിട്ട് വേദനയുണ്ടായിരുന്നു. കാരണം ഞാൻ നിന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഇരിക്കവേ എൻ്റെ കാലിൻ്റെ അടിയിലൊരു മുഴ പോലെ വന്ന് തീരെ നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട പാടെ ഡോക്ടർ എൻ്റെ കാലിൽ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് നല്ല നീരുണ്ട്, ഇത് പ്ലാസ്റ്റർ ചെയ്താലേ ശരിയാവുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ട്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ഇതെന്തുവാ മരുന്ന് തരാണ്ട് പ്ലാസ്റ്റർ ചെയ്തോന്ന് ഓർത്ത്. ആ മാസം ഒക്ടോബർ മാസമാണ്. എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വരികയും ചെയ്യണം. അങ്ങനെ ഒരു 10 ദിവസം ഞാൻ ആ പ്ലാസ്റ്റർ കാലേ വെച്ചിരുന്നു. 11ാമത്തെ ദിവസം ഞാൻ ചെന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്കിത് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇതെനിക്ക് കട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ് എഴുതി കൊടുത്തുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞ്. ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ആ മാസം എനിക്ക് അഖണ്ഡ ജപമാലയ്ക്ക് വരണം. അപ്പം ഞാൻ ഒരുങ്ങിയപ്പം എൻ്റെ മോളും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞ്, അമ്മേ പോകല്ലേ, കാല് വയ്യാത്തതാ, വഴിയിൽ വീണു പോകും. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, വീഴുന്നിടത്തോളം നടക്കാം എന്നും പറഞ്ഞ് ഞാൻ ആ വർഷത്തെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും എന്നാൽ ഞാൻ പൂർണ്ണമായും അത് പൂർത്തീകരിച്ച് പള്ളി എത്തിയിട്ട് ഞാൻ ഈ കാലിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് ബസ്സിൽ വന്ന് കയറുമ്പോൾ ആ മോള് ചോദിക്കുന്ന, അമ്മേ കാലെങ്ങനെ ഉണ്ട്? അപ്പോഴാണ് ഞാൻ ശരിക്കും കാലിനെക്കുറിച്ച് ഓർത്തത് പോലും. ഒരു വേദന പോലും ഇല്ലാണ്ട് ഞാൻ പൂർണ്ണമായും നടന്ന ആ ജപമാല പൂർത്തീകരിച്ച് എനിക്ക് അന്ന് അമ്മ എന്നെ പൂർണ്ണമായിട്ടും ആ കാല് സൗഖ്യമാക്കി. ഇന്നെനിക്ക് ഒരു വേദനയും അതിനെ ചൊല്ലി വന്നിട്ടില്ല. പിന്നീടുള്ള സാക്ഷ്യം എന്ന് വെച്ചാൽ, എനിക്ക് വർഷങ്ങളായിട്ട് പൈൽസിൻ്റെ അസുഖമുണ്ട്. പക്ഷേ അത് എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് അങ്ങനെ ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വേദന വരും, അത് പോകും. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കത് നല്ല വേദനയായിട്ട് വന്നതല്ല, പഴുത്ത് അത് പുറത്ത് വന്ന്. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടറിന് പോലും ഒന്ന് നോക്കാൻ പറ്റുന്നില്ല. എന്തിനെനിക്കൊന്ന് ഒരു ഓട്ടോയിലിരുന്നൊന്ന് പോകാൻ പോലും ഒരാത്ത അവസ്ഥയായിരുന്നു വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഏതായാലും മരുന്ന് കഴിക്ക്, എന്തെങ്കിലും ഒരു കുറവ് വന്നതിന് ശേഷം സർജറി ചെയ്യാമെന്ന്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ പേടിയായി. സർജറി എന്ന് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിട്ട് എനിക്ക് വളരെയധികം പേടി തോന്നി. ഞാൻ വീട്ടിൽ വന്ന് അന്ന് മുതൽ തന്നെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് ആ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ ചൂട് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് എൻ്റെ കുറവുണ്ടായിരുന്നു, ഉടമ്പടി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ മകൾ പറഞ്ഞു, അമ്മയുടെ ഉടമ്പടി മുടങ്ങിക്കിടക്കുക, അമ്മയൊന്ന് ഉടമ്പടി പുതുക്കാൻ നോക്ക്, ഈ രോഗം അമ്മ മാതാവ് മാറ്റിത്തരും. ഞാൻ പറഞ്ഞു, മോളെ ബസ്സിലിരുന്ന് പോകാൻ പോലും പറ്റത്തില്ലല്ലോ അമ്മയ്ക്ക്. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്, ഒരു 3 മണിക്കൂറോളം ഏകദേശം ബസ്സിലിരിക്കണം. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിൻ്റെ അടുക്ക് വരാൻ തീരുമാനിച്ച് ഞാൻ ബസ്സിലിരുന്ന്, വേദനയുണ്ട് വരുന്ന വഴിക്കൊക്കെ നല്ല വേദനയായിരുന്നു. പക്ഷേ എന്നാലും ഞാനത് സഹിച്ച് പിടിച്ച് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ തിരിച്ചു പോകുമ്പോഴും എനിക്ക് വേദന തന്നെ ഉണ്ട്. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ ശരിക്കും ആ വേദന പൂർണ്ണമായിട്ടും മാറുകയായിരുന്നു. അന്നേരം എല്ലാം ഞാൻ പക്ഷേ ഉടമ്പടി തൈലം അപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കുമ്പം ആ ഭാഗത്തെല്ലാം ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യും. പക്ഷേ പൂർണ്ണമായ സൗഖ്യമായി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് എനിക്കിപ്പം ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല. അത് പൂർണ്ണമായിട്ടും അമ്മ എടുത്തു മാറ്റുകയായിരുന്നു. 3ാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ, എനിക്കൊരു പനി വന്ന്, ആ പനിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു കഫക്കെട്ട് പോലൊക്കെ വന്നെങ്കിലും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വരാത്ത 2 രോഗങ്ങളേ ഉള്ളൂ, ചെവി വേദനയും പല്ല് വേദനയും. എന്നാൽ എനിക്ക് ആ പ്രാവശ്യം എൻ്റെ ചെവി പഴുത്ത് പൊട്ടി പഴുപ്പ് വരികയായിരുന്നു. ഇതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ, ആ ഇടയ്ക്കൊക്കെ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ ചെവി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എനിക്ക് ചെവിക്കൊരു അസുഖവുമില്ല. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു മുന്നറിയിപ്പ് തരികയായിരുന്നെന്ന്. ഞാൻ പക്ഷേ ഈ ചെവി പഴുത്ത് പൊട്ടിയതും കൊണ്ട് 3-4 ആസ്പത്രി തോറും പോയി. അവർ ഓരോ മരുന്ന് ചെയ്യുന്നതല്ലാതെ ഈ പഴുപ്പിനൊരു ശമനമില്ല. പഞ്ഞി വെച്ച് അത് നിറയും, അതെടുത്ത് മാറ്റും. ഈ ജോലിക്ക് പോകുന്നിടത്തുമൊക്കെ അവർക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി. കാരണം അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യാതായി. അങ്ങനെ ഇരുന്ന് ഒരു ചെവിക്ക് മാത്രം കാണിക്കുന്നൊരു ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പം ആ ഡോക്ടർ ഇങ്ങനെ ഒരു സ്കാൻ പോലെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഇതിനകത്തൊരു കുഴി പോലെ ആയിട്ടുണ്ടെന്ന്. ശരിക്കും എന്നെ അവർ കാണിച്ചു തന്ന ആ കുഴി. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ ചെവി തന്നെ ആണെന്ന് ഓർത്തിട്ട്.
ഞാൻ പറഞ്ഞു ചേച്ചി ഇപ്പം ഞങ്ങളതിനകത്ത് മരുന്ന് വെക്കുക, അത് കഴിഞ്ഞ് പഴുപ്പ് പറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ചിലപ്പോൾ ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്കിത് മക്കളോട് തന്നെ പറയാൻ പേടിയായി, കാരണം മക്കൾ രണ്ടും അടുത്തില്ല, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രമേ വീട്ടിലുള്ളൂ, അത് സുഖമില്ലാത്ത മനുഷ്യനാണ്. അപ്പം ഞാൻ ഓർത്ത് ഈശോയെ ഇതെന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ വീട്ടിൽ വന്ന് മാതാവിന് പറഞ്ഞു, അമ്മേ. അപ്പോൾ അവരൊരു തിരിയാണ് ചെവിക്കകത്ത് വെച്ചത്, മരുന്നുൾപ്പെടെ. അത് 3 ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റാൻ പറഞ്ഞ്. അത് അങ്ങനെ ഞാൻ 3-ാം ദിവസം എടുത്ത് മാറ്റി. പിന്നെ പഴുപ്പ് വരുന്നെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ പക്ഷേ ഈ തിരി അതിനകത്തിരിക്കുമ്പോഴും നമ്മുടെ ഈ ഉടമ്പടി തൈലമാണ് ഞാൻ അപ്പോഴും ഈ ചെവിയുടെ പുറത്തുകൂടെയൊക്കെ ഞാൻ കുരിശ വരച്ച് പ്രാർത്ഥിക്കും. അമ്മ മാതാവേ, എൻ്റെ ചെവിയിൽ ഒന്നും സംഭവിക്കാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 1 മാസം എടുത്തെന്ന് തോന്നുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാനിങ്ങനെ വായു മൂക്കൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ ശ്വാസം വിടാൻ നോക്കിയപ്പം നോർമൽ ചെവി, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നത് ശരിക്കും ഈ ഇടത്തെ ചെവി തന്നെ ആയിരുന്നോ ചേച്ചി എന്നാണ്. ഞാൻ പറഞ്ഞു അത് തന്നെ ആയിരുന്നു. എനിക്ക് അപ്പോൾ പറഞ്ഞെന്നാൽ കുഴപ്പമില്ല, മെഡിസിൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ എനിക്ക് അങ്ങനെ പൂർണ്ണ സൗഖ്യം തന്നു. അടുത്ത സാക്ഷ്യമെന്ന് വെച്ചാൽ ഞങ്ങളൊരു വസ്തു കൊറോണ ടൈമിന് പോയി മേടിച്ചു. അതൊരു കോളനി വസ്തുവായിരുന്നു. മേടിച്ചെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച കണക്ക് ആ വസ്തുവിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ. പക്ഷേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു വാടക വീട്ടിലോട്ട് മാറി. അപ്പോൾ വാടകയൊന്നും കൊടുക്കുന്ന ഒരു സാഹചര്യമല്ല, എന്നിരുന്നാൽ പോലും എങ്ങനെയും കൊടുക്കാമെന്ന് ഓർത്തിരുന്ന് അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ മോള് പറഞ്ഞത്, അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒരു വീട് സ്ഥലം നോക്ക്, നമുക്ക് വേറെ മേടിക്കാമെന്നും. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു വീട് സ്ഥലവും വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വാടക വീട്ടിൽ നിന്ന് മാറേണ്ട ടൈമുമായി. അപ്പം ഞാൻ ചെന്നപ്പോൾ ആ മോളോട് പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് ഈ വീട് സ്ഥലവും വേണം, പക്ഷേ ഞങ്ങൾ തരുന്ന 5 ലക്ഷം രൂപയ്ക്ക് തരുമ്പം ഞങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള പെർമിഷൻ തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞാൽ മാറി തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊരു മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. കാരണം അത് കഴിഞ്ഞതിന് ശേഷം ഈ വസ്തു ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഒക്കുന്നില്ല. എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ടും അവർക്ക് ചില കേസുകൾ വന്നത് കാരണം ഞങ്ങൾക്ക് ഈ വസ്തു എഴുതിയെടുക്കാനൊക്കത്തില്ല. ഇവർക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. പക്ഷേ ഈ കടക്കാർ ഈ വസ്തു സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അന്നേരവും ഡെയിലി ബ്രെഡിൽ ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും മാതാവിനോട്, അമ്മേ തടസ്സം കൂടാണ്ട് ഞങ്ങൾക്ക് ഈ വസ്തു എഴുതിത്തരണമേ, ആരും ഇതിനൊരു തടസ്സം വരില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആർക്കും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മാതാവ് എല്ലാവരെയും കണ്ണുകളെ മൂടിക്കൊണ്ട് ഞങ്ങൾക്ക് ആ വസ്തു എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനുള്ളൊരു അനുഗ്രഹം തന്ന് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അപ്പോഴും എൻ്റെ കോളനി വസ്തു വിൽക്കാതെ കിടക്കുന്നു. ഞാൻ പോകുന്ന എല്ലാവരോടും പറയും വസ്തു വിൽക്കാനുണ്ട്. അവർ പറയും ചേച്ചി നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റത്തില്ല, ആരും മേടിക്കാൻ വരത്തില്ല ചേച്ചിയെന്ന്. അങ്ങനെ ഇരിക്കവേ എനിക്ക് ജോസഫച്ചനെ കാണാൻ ഒരു സാഹചര്യം കിട്ടി. ഞാൻ വന്ന അച്ഛനോട് എൻ്റെ ദുഃഖം പറഞ്ഞപ്പോൾ അച്ഛനൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞ്, മോളിത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്, എന്തായാലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ഡെയിലി ബ്രെഡിൽ ഞാൻ ഈ വസ്തുവിൻ്റെ പ്രമാണത്തിൻ്റെ ആ കോപ്പി ഉയർത്തി പ്രാർത്ഥിക്കും, മാതാവേ അമ്മ മാതാവ് ഇടപെട്ട് വിറ്റ് തരണേന്ന്. പിന്നെ ഒരു നിബന്ധനയും കൂടെ വെച്ച്, അമ്മേ ഒക്ടോബറിൽ ഈ മാസം ജപമാലയ്ക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്ന് വിറ്റ് തന്നേക്കണേന്ന്. പരിശുദ്ധ അമ്മയുടെ കൃപയാലെ പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് ആ വസ്തു യാതൊരു തടസ്സവും കൂടാതെ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ഞങ്ങൾക്ക് ആ വസ്തു വിറ്റ് തന്നു. അതിനും അമ്മയ്ക്ക് 1,000 കോടി നന്ദി പറയുന്നു. പിന്നെന്ന് വെച്ചാൽ എൻ്റെ കാരുണ്യ പ്രവർത്തി എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഈ അക്രൈസ്തരായ മക്കളോടാണ് സഹകരിക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ കണ്ട് ആണ് ഞാൻ കൂടുതൽ അവരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അനുഭവങ്ങൾ കണ്ട് ഞാൻ പല മക്കളെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി എടുക്കുന്ന വഴി ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് എന്നോണം നമ്മുടെ ഇവിടുന്ന് ബൈബിള്, ജപമാല, കൊന്ത പുസ്തകം ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് യൂട്യൂബിൽ ജപമാല ചൊല്ലുന്ന വിധം പോലും ഞാൻ എടുത്തു കൊടുക്കും, ഷെയർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കേണ്ട വിധം പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ജപമാലയ്ക്കും ഞാൻ 10 മക്കളെ ഇങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞവരെ ഞാൻ ജപമാലയ്ക്ക് എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് ഈ വർഷവും 5 പേരെ കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഞങ്ങളും പാവപ്പെട്ടവരാണെങ്കിൽ പോലും ഞങ്ങളുടെ കൂലിവേലയിൽ നിന്ന് പോലും ഞങ്ങൾ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ മരുന്ന് മേടിക്കാനും മറ്റും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഒരു മകളുടെ വീടിൻ്റെ ജിപ്തി ആയിരുന്നപ്പോൾ ആ മകൾ എന്നോട് കരഞ്ഞു പറഞ്ഞു, ചേച്ചി ഒരു 10,000 രൂപയുടെ കുറവുണ്ട്,
എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, തരാം മോളെ, നീ എനിക്ക് തിരിച്ച് തരണ്ട എന്ന് പറഞ്ഞ്, ഇത് പറഞ്ഞുകൂടാത്തതാ എന്നാലും പറഞ്ഞു പോവുക. കൊടുത്ത് ഞാൻ സഹായിച്ചു. അങ്ങനെ ആ മകൾക്ക് ആ ജിപ്തിയിൽ നിന്ന് വരെ ഒഴിവാകാൻ പറ്റി. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് ഇവിടെ ഉടമ്പടി എടുത്ത മക്കളാണ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാനിവിടെ നിന്ന് മേടിക്കുന്ന പത്രം മിക്കവാറും ആരെങ്കിലേക്ക് ഇടയ്ക്ക് എല്ലാ മാസവും കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് പത്രം മേടിക്കാൻ പറ്റും ഇടയ്ക്കൊക്കെ വന്ന്. ആ മേടിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കുന്ന ഒരു ജോലിക്ക് വന്ന് നിൽക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പത്രം കൈമാറുന്നത്. കൊടുത്തേച്ച് ഞാൻ പറയും, മക്കൾ പ്രാർത്ഥിക്കുക, ഇതിലെന്തെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല എന്ന് പറയും. പിന്നെ പല മക്കളോടും എൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യത്തെ എനിക്ക് അവരോട് പറയാൻ പറ്റുകയും അവരെൻ്റെ ഇത് പത്രം ചോദിച്ച് മേടിച്ചുണ്ട്. അതും കൂടുതലും അക്രൈസ്തവരായ മക്കളാണ് ചോദിച്ച് മേടിക്കുന്നത്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഈ കോടാനകോടി നന്മകൾക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഈ നിൽക്കുന്ന അച്ഛൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ എന്നിരുന്നാലും അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ കൂടുതൽ കേൾക്കുമ്പം എനിക്ക് ആ ലാസ്റ്റുള്ളൊരു എക്സ്പ്ലനേഷനുണ്ട്. ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ 2 പേരും 2 ജീവിതം എടുത്തവരാണ്. അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും പതറി നിൽക്കുമ്പം ഞാൻ ഈ സാക്ഷ്യം കേട്ടിട്ട് പറയും, മോളെ ഈ സാക്ഷ്യം കേൾക്കുക, അത് കഴിഞ്ഞ് അച്ഛൻ നമ്മൾക്കൊരു ഉപദേശം തരുന്നുണ്ട്, അത് ശരിക്കും ഇന്ന് മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും പറഞ്ഞ് ഞാനത് മക്കൾക്ക് 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഞാൻ കേൾക്കുന്ന മിക്കവാറും സാക്ഷ്യങ്ങളുമൊക്കെ എൻ്റെ മക്കൾക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മക്കൾ 2 പേരും ഉടമ്പടിയിലാണ്. എന്നിരുന്നാൽ പോലും ഞാൻ പറയും, മക്കൾ ഇത് കേൾക്കണമേ. അച്ഛൻ പറഞ്ഞ ആ എക്സ്പ്ലനേഷൻ ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്ക് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ദൈവനാമത്തിന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ തന്ന ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്കും യേശു അപ്പച്ചനും കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസമ്മ. ഞാൻ കോട്ടയം ജില്ല നീഴൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജനുവരി 16 ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ സ്ഥിരം വന്ന് അമ്മയുടെ പേപ്പർ മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും വിതരണം ചെയ്യും. പിന്നെ എന്നെ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് എല്ലാവർക്കും സഹായം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ പിള്ളേരെ കൊണ്ട് തന്നെ ഞാൻ പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കും, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ തന്നെ. ഞാൻ 9 തവണ വന്ന് മുടങ്ങാതെ പുതുക്കുകയും ചെയ്യും. എല്ലാ മാസം വന്ന് പേപ്പറും വാങ്ങും. എന്നെ പറ്റുന്ന സഹായം എല്ലാവർക്കും ചെയ്യും. ഞാൻ ഒരു ഹിന്ദുവാണ് എങ്കിൽ തന്നെ ഞാൻ കൊന്ത ദിവസവും ചെല്ലും. എൻ്റെ മക്കളെ ഞാൻ കൊന്തയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അവർ ദിവസവും ചെല്ലും. എൻ്റെ മകൾ പുറത്ത് പോകുന്നത് എൻ്റെ ബാക്കി എൻ്റെ മോള് പറയും. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു UK ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ പേര് ബീന മോൾ. ഞാനിപ്പോൾ UK വർക്ക് ചെയ്യുവാണ്. ഞാൻ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു ആദ്യമായിട്ട് UK പോകുന്നത്. പോയ സമയത്ത് എൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 2025 ഏപ്രിൽ എൻ്റെ വിസ കാലാവധി തീരുമായിരുന്നു. അപ്പം ഞാനൊരു സെപ്റ്റംബർ മുതൽ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ പല ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു, പല ജോലി സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പക്ഷേ എനിക്കൊരു വിസ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ജനുവരി ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടി. എനിക്കിനി ആകെ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ പുതിയൊരു വിസ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. ഞാൻ അമ്മയുടെ തൈലം പുരട്ടി എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ജോലി കിട്ടും എന്നുള്ള അവസാന സ്റ്റേജ് വരെ എത്തി. പക്ഷേ ജനുവരി അവസാനത്തോടു കൂടി അറിയുന്നു ആ ജോലി മറ്റൊരാൾക്ക് ലഭിച്ചു. അതുകൊണ്ട് എനിക്കവിടെ ഒരു വേക്കൻസി ഇല്ല എന്ന്. പിന്നെ എനിക്കൊരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിസ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വിസ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫെബ്രുവരി 4 കൂടി തന്നെ കൺട്രി എക്സിറ്റ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ വീണ്ടും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നത് കൃപാസനത്തിലെ ഓൺലൈൻ പ്രയറിന് റിക്വസ്റ്റ് ചെയ്യാൻ. ഞാനാണെങ്കിൽ ഓൺലൈൻ പ്രയർ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ജപമാല ചൊല്ലി മാതാവിനെ കാഴ്ചവെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുക, നീ എന്നും തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നന്നാക്കി തരും എന്ന് എൻ്റെ അമ്മ എനിക്ക് വിശ്വാസം തന്നു. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ജോലി സമയത്തിനിടയ്ക്കും ഞാൻ കൊന്ത ചൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തി. അങ്ങനെ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി 2 ഏജൻറ്റിൻ്റെ നമ്പർ കിട്ടി. ഒന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും പിന്നെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനുമായിരുന്നു എനിക്കൊരു ഏജൻറ്റിൻ്റെ നമ്പർ തന്നത്. അപ്പം ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കരുതെന്നൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ എൻ്റെ ക്ലോസ് സുഹൃത്ത് തന്നൊരു ഏജൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു.
7 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ വിസ തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ തൈലം പുരട്ടി ഞാൻ വിശ്വാസത്തോട് തന്നെ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് എനിക്കിനി 2 ആഴ്ചയും കൂടിയുള്ളൂ എൻ്റെ വിസ തീരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് വിസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വിസ തീരുന്നതിന് 2 ദിവസം മുമ്പേ അവർ പറയുന്നത് ഒരു ട്രെയിനിങ്ങും കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളെന്ന്. പക്ഷേ എനിക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ഇൻ കേസ് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോരേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു പോരുക എന്നുള്ളത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വിസ വേണ്ട, എനിക്ക് റീഫണ്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു റീഫണ്ടിന് വേണ്ടിയിട്ട് 3 മാസം പിടിക്കും. എൻ്റെ കയ്യിലുള്ള 5 ലക്ഷം രൂപ ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് വേറൊരു വിസ എടുക്കാനാണെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ ആകെ തകർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റൊരു ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്തപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം കൊണ്ട് എന്താണേലും വിസ കിട്ടത്തില്ല, നീ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, നീ നിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഫീ വേവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു 15 ദിവസം കൊണ്ട് തന്നെ എന്താണെങ്കിലും അത് റിജക്ഷൻ ആകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നോർമലി 15 ദിവസം കൊണ്ട് അതിന് ഡിസിഷനും വരുന്നതാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്കത് 1 മാസത്തേക്ക് നീട്ടിക്കിട്ടുകയും ഏപ്രിൽ 4-ാം തീയതി എൻ്റെ വിസ റിജക്റ്റായി. പിന്നെ എനിക്ക് 10 ദിവസമേ ഉള്ളൂ കൺട്രി ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 5-ാം തീയതി എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് നീ ആണെങ്കിൽ വിസയുടെ ബാക്കി ആപ്ലിക്കേഷൻ ചെയ്തു, ഞാനാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ ഏജൻറ്റ് എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കാണ്ട് എനിക്ക് വിസയുടെ ആപ്ലിക്കേഷൻ വെച്ച് തന്നു. എനിക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് 3 മാസം കൊണ്ട് പൈസ തന്നു തീർത്താൽ മതിയെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കങ്ങനെ അവിടെ നിന്ന് പോകുമെന്ന് പോലും അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇപ്പം നിൽക്കുന്നത്. ഇപ്പം എനിക്ക് അവിടെ 5 വർഷത്തെ വിസ കിട്ടി, നല്ലൊരു പൊസിഷനിൽ എനിക്ക് അവിടെ ജോലിയുമായി. ഞാൻ തിരിച്ചിപ്പം നാട്ടിൽ ലീവിന് വന്നേക്കുവാണ്. ഈ ലീവിന് വരുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ വിശ്വാസവും കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടായതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കരുണയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് എല്ലാം സാധിച്ചു തരുമെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ജോലി കിട്ടാനുള്ള പിള്ളേർക്കും പ്രാർത്ഥിക്കാറുണ്ട്. അസുഖങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ജാതിപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു. ഒത്തിരി നന്ദി. എന്തേരം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മയോട്. അതുപോലെ ഒത്തിരി നന്ദി അമ്മയോട്.